ഓസ്ട്രേലിയയിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പുതിയ നിയമ നടപടികൾക്ക് തുടക്കം കുറിച്ചു. രാജ്യത്തുടനീളം ശക്തമായ പോലീസ് പെട്രോളിംഗും തിരച്ചിലുകളും നടക്കുന്നുണ്ട്. സിഡ്നിയിലെ ബോണ്ടായി ബീച്ചിലെ ഭീകര ആക്രമണം കഴിഞ്ഞ് 4 നാൾ പിന്നിട്ടിട്ടും അതിനോടനുബന്ധിച്ചുള്ള വാർത്തകൾക്കും വിവാദങ്ങൾക്കുമാണ് ഇപ്പോഴും ഓസ്ട്രേലിയൻ മാധ്യമങ്ങളിൽ പ്രാമുഖ്യം. ആക്രമണത്തിന് പദ്ധതിയിടുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് ഇന്ന് വൈകിട്ട് സിഡ്നിക്കടുത്തുള്ള ലിവർപൂളിൽ സായുധ പോലീസ് 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് ബോണ്ടായി ബീച്ചിലെ ആക്രമണവുമായി ബന്ധമില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട്. അറസ്റ്റിലായവർ സഞ്ചരിച്ചിരുന്ന കാറുകളെ പോലീസ് വാഹനം ഇടിച്ചു കയറ്റി നാടകീയമായിരുന്നു അറസ്റ്റ്. അതേസമയം ഭീകര ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 5 പേരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്നു. പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദത്തിന്റെയും യഹൂദ കമ്മ്യൂണിറ്റിയുടെ കടുത്ത അമർഷത്വത്തിന്റെയും പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി തുടർ നടപടികൾ പെട്ടെന്നാക്കി. രാജ്യത്തെ എല്ലാവർക്കുമായി പൊതുവിദ്യാഭ്യാസ നയത്തിന് രൂപം കൊടുക്കുവാനും രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ഇടയുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രസംഗങ്ങളും പ്രചാരണങ്ങളും നടത്തുന്നവരുടെ വിസ ക്യാൻസൽ ചെയ്ത് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും ഗൺ ലൈസൻസ് നേടുന്നതിനുള്ള നിയമ നടപടികൾ കൂടുതൽ കർശനമാക്കാനുമാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ചില സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ ഗൺ ലൈസൻസിന് നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞു. ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പോലീസ് അന്വേഷണങ്ങൾക്ക് ഇന്ത്യൻ പോലീസിന്റെയും ഫിലിപ്പൈൻസ് പോലീസിന്റെയും സമ്പൂർണ്ണ സഹകരണം ലഭിക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പാർലമെന്റ് സമ്മേളനം നേരത്തെ വിളിച്ചുകൂട്ടി നടപടികൾ പെട്ടെന്നാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് സൂസൻ ലീ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഫെബ്രുവരിയിലെ പാർലമെന്റ് സമ്മേളനം നേരത്തെ നടക്കാനിടയുണ്ടെന്നാണ് സൂചനകൾ. 24 ന്യൂസിനു വേണ്ടി ഷാജു ഫ്രാൻസിസ്, ഓസ്ട്രേലിയ.